നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ച് പറയാനാണ്. എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ? അതായത് നീട്ടിവെക്കൽ അല്ലെങ്കിൽ മാറ്റിവെക്കൽ. അതായത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? എന്താ, നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയട്ടെ, നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ അല്ലേ എന്നുള്ള ആ ഒരു ചിന്താഗതി, അതിന് പറയുന്നതാണ് പ്രൊക്രാസ്റ്റിനേഷൻ. ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ഒത്തിരി ഡിലേ വെക്കരുത് ഒരിക്കലും. കാരണം ഇപ്പം നമ്മൾ ചില സമയത്ത് വിചാരിക്കും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഫേസ് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് കെയർ ചെയ്യണം കൂടുതൽ, എന്തെങ്കിലുമൊക്കെ ഫേസ് കെയർ ആയിട്ട് എന്തെങ്കിലും പാക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഇടണം നമ്മൾ വിചാരിക്കുക. വിചാരം മാത്രം ഉണ്ടായാൽ പോരാ. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മുടിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നാളെ മുതൽ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ മുതൽ ഡയറ്റ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നാളെ മുതൽ നന്നായിട്ട് പഠിക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒത്തിരി ഡിലേ ആക്കിക്കൊണ്ട് പോവാതെ നമുക്ക് തോന്നുന്നത്, ഇപ്പം സപ്പോസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ നമ്മളൊന്ന് സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ നമുക്ക് അവരോട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് നമ്മൾ ഇരുന്നപ്പോൾ എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു, അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞ് ഡിലേ ആക്കി വെക്കാതെ നമുക്ക് അപ്പം തന്നെ അവരെ വിളിക്കുക, സംസാരിക്കുക. കാരണം നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം നാളെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും അറിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്താണോ അത് ഡിലേ ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നെന്ന് വരത്തില്ല. അതുകൊണ്ട് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഡിലേ ആക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക. കാരണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അല്ലേ? നാളെ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് നമ്മൾ ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇന്ന് ചെയ്യാതെ അതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അസൗകര്യം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഡിലേ ആയിപ്പോകും. അതുപോലെ തന്നെ ഇന്ന് ചെയ്യേണ്ട സാധനം, ഇന്ന് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളത് വെയിറ്റ് ചെയ്ത് അവസാന മൊമെൻറ്റ് വരെ എത്തിപ്പിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പോകാതെ വരാതെ ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക എന്നുള്ള ആ ഒരു പോളിസി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഈ നീട്ടിവെക്കൽ അല്ലെങ്കിൽ മാറ്റിവെക്കൽ, ഇത് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നൊരു കഥ എന്താണെന്നറിയാമോ? കഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈബിളിലൊക്കെ ഉള്ളൊരു സ്റ്റോറിയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, 10 കന്യാമാരുടെ കഥ. ആ ഒരു കഥ ഞാൻ ചുരുക്കി പറയാം. അതായത് 10 കന്യാമാർ അവർ മണവാളനെ കാണാൻ വേണ്ടിയിട്ട് വിളക്കുമായിട്ട് ഒരുങ്ങുവാണ്. അപ്പം 10 കന്യമാർ, അതിനകത്ത് 5 കന്യമാർ ബുദ്ധിയുള്ളവരും 5 കന്യമാർ ബുദ്ധി ഇല്ലാത്തവരുമായിട്ട് അതിനകത്ത് കാണിക്കുന്നത്. ഈ 5 കന്യമാർക്ക് ബുദ്ധി ഇല്ലാത്തതെന്ന് പറയാൻ കാരണം, ഈ ബുദ്ധിയുള്ള 5 കന്യകമാർ വിളക്കോട് കൂടി തന്നെ ഒരു പാത്രത്തിൽ എണ്ണയും എടുത്തു. അതായത് ഈ എണ്ണ തീർന്നു പോയാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് എണ്ണ ഒരു പാത്രത്തിലെടുത്തു. അതേസമയം ഈ 5 ബുദ്ധിയില്ലാത്ത കന്യകമാർ ഈ എണ്ണയും അതായത് അതിനകത്ത് ഒഴിച്ചിട്ടുള്ള എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ അവർ എണ്ണ എടുത്തിട്ടില്ല. അപ്പോൾ മണവാളൻ വരാൻ താമസിക്കുകയും അപ്പം ഇവർ ചെറിയൊരു മയക്കം പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മയക്കം പിടിച്ച സമയത്ത് ഈ എണ്ണ സെപ്പറേറ്റ് എടുക്കാത്ത കന്യാമാരുടെ വിളക്കിലെ എണ്ണ തീർന്നു പോവുകയും സെപ്പറേറ്റ് പാത്രത്തിൽ എടുത്ത കന്യാമാരോട് ഇവരെണ്ണ ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ബുദ്ധിയുള്ള കന്യാമാർ പറയുന്നു, നിങ്ങൾക്കും ഞങ്ങൾക്കും തികയാതെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എണ്ണ വിൽക്കുന്നവരോട് ചെന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നു. അപ്പം അതേസമയം ഇവർ വിൽക്കുന്നവരോട് എണ്ണ വാങ്ങിക്കാൻ പോവുകയും ആ സമയത്ത് മണവാളൻ വരികയും അപ്പം ആ വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം നീട്ടി വെച്ച് കഴിഞ്ഞാൽ പല നഷ്ടങ്ങളും ചിലപ്പോൾ നമുക്ക് കിട്ടും. ഇപ്പം തന്നെ അവർ അത്രയും ആഗ്രഹിച്ച് ഒരുങ്ങി ഇരുന്ന കാര്യമാണ് മണവാളൻ്റെ ഒപ്പം അകത്ത് പ്രവേശിക്കണമെന്നും അവർ കല്യാണത്തിന് പോവുകയും സദ്യ ഒക്കെ കയറുകയും വാതിലടയ്ക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ വന്ന് ആ 5 ബുദ്ധിയില്ലാത്ത കന്യാമാർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ ഡോർ അടച്ചു, വാതിലടയ്ക്കുകയും ചെയ്തു. അപ്പം നമ്മളെപ്പോഴും നമുക്ക് നമുക്ക് ചിലപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നതായിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നല്ല അനുഗ്രഹങ്ങളായിരിക്കും. പക്ഷെ അത് തക്കത്തിന് നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. അപ്പം ഈ മാറ്റിവെക്കൽപ്പെടൽ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് തന്നെ തിരിച്ചതൊരു സ്ട്രെസ്സായിട്ടും അല്ലെങ്കിൽ ഒരു ടെൻഷൻ ആയിട്ടും മാറാൻ കാരണമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കിതിനകത്ത് മെയിനായിട്ട് 4 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത്, നമുക്കെപ്പോഴും എന്താ പറയുക, നമുക്കെപ്പോഴും ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോഴാണ് ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലേ? അതായത് കുറേ കാര്യങ്ങൾ നമുക്കൊരു ദിവസം ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിനകത്തൊരു ക്ഷീണം വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ആ എന്താണോ നമുക്കുള്ള വർക്ക് അതിനെ പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനെ നോക്കുക. അപ്പം നമുക്കത് അത്ര വലിയ ഭാരമായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നമുക്ക് ഓരോ അതിൻ്റെ ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് വെച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക, ഫസ്റ്റ് വൺ. രണ്ടാമത്തേന്ന് പറയുമ്പോൾ, നമുക്ക് ആ കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു ടൈം സെറ്റ് ചെയ്യുക. ഇത്ര സമയത്തിനുള്ളിൽ നമുക്കത് ചെയ്ത് തീർക്കാൻ കഴിയണം എന്നുള്ളൊരു ടൈം സെറ്റ് ചെയ്യുക. നമ്മൾ ഡിവൈഡ് ചെയ്തല്ലോ, ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുക. രണ്ടാമത് നമ്മൾ ടൈം സെറ്റ് ചെയ്യുക. ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളതൊരു ടൈം സെറ്റ് ചെയ്യുക. മൂന്നാമത്തേന്ന് പറയാം, ഫോക്കസ് ഓൺ ദ ബെനിഫിറ്റ്സ്. അതായത് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിനെ ഫോക്കസ് ചെയ്യുക.
അല്ലാതെ അത് നന്നാവോ അല്ലെങ്കിൽ ഞാനത് ചെയ്യുന്നത് കറക്റ്റായിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ പേടി വെച്ചുകൊണ്ടിരിക്കാതെ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് മനസ്സിൽ സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. നാലാമെന്ന് പറയുമ്പം ഹൈ എക്സ്പെക്റ്റ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡും. അതായത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ഡിലേ ആക്കുന്നത് അതിൻ്റെ അതായത് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈ ആയിരിക്കണമെന്നും ആഗ്രഹിച്ചിട്ടായിരിക്കും. അപ്പം അത്രയും നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. കാരണം ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്, അത് പെർഫെക്റ്റായിട്ട് കിട്ടണം എന്നുള്ള ആ ഒരു വാശി പിടിച്ച് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്. അപ്പം ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനും ഒരു പ്രധാന കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്നിലും ഇങ്ങനെ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടി വെച്ച് കുറേ വർഷങ്ങളായി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഞാനൊരു ഒരു 6-7 ഇയേഴ്സോളമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട്. പക്ഷേ ഇന്ന് വരെ സ്വന്തമായിട്ട് കാർ എടുത്തുകൊണ്ട് പോകാൻ പഠിച്ചില്ല. അതും ഈ പറയുന്ന പോലെ തന്നെ ഒരു നീട്ടിവെക്കലായിരുന്നു. കാരണം ഹസ്ബൻഡുണ്ട്, അല്ലെങ്കിൽ ഫാദറുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ടായത് കൊണ്ട് തന്നെ ഞാനത് പഠിക്കാതെ നീട്ടി കൊണ്ടുപോയി. പക്ഷേ അത് ഞാൻ ഈ അടുത്തായി ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇപ്പം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ വിളിക്കാതെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ നാളെ അവർക്ക് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാതെ മാറ്റി വെക്കുന്ന പല കാര്യങ്ങളും എക്സാമിനായാലും അപ്പോൾ നമുക്ക് അതിന് ഒരു ഫെയിൽ ആവേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാണ്ടായി പോകും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, ഒരിക്കലും ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കൽ, നീട്ടിവെക്കുക എന്നുള്ള ആ ഒരു കാര്യം ഒരിക്കലും നമ്മുടെ ലൈഫിൽ എന്തായാലും നമ്മൾ ചെയ്യണം. നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വർക്ക് നമ്മൾ തന്നെ ചെയ്ത് തീർക്കണം. അപ്പം നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണോ നല്ലത്, അവസാനം നീട്ടിവെച്ച് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് നമുക്കൊരു ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ സമയമെടുത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നതും അത് നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത്, നമുക്ക് തന്നിരിക്കുന്ന ജോലികൾ കറക്റ്റായ സമയത്ത് നമ്മൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു സമയത്തിൽ നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം അത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയാറില്ലേ, സമ്പത്ത് കാലത്ത് തൈവിത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നും. അതായത് നമുക്ക് സമ്പത്തുള്ള സമയത്ത്, അതാ ഉദ്ദേശിക്കുന്നത്, നമുക്ക് സമയമുള്ള ടൈമിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നന്നായി നമ്മൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് അത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ, നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് റെസ്റ്റ് എടുത്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അതേസമയം നമുക്ക് കിട്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇരട്ടി നമുക്ക് സ്ട്രെസ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കുക. പ്ലാൻ ചെയ്യണം ആവശ്യത്തിന്, പക്ഷേ ഓവറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ എന്താ പറയുക, ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളോട് കുറച്ച് നേരം സംസാരിക്കാൻ വരുവാണെങ്കിൽ, നമുക്ക് ആ സിറ്റുവേഷൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അവർ ഏതൊരു കണ്ടീഷനിൽ കൂടെ കടന്നു പോകുന്നതെന്ന്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി നമ്മൾ അവരോട് സംസാരിച്ച് അവരെ നമ്മൾ എന്താ പറയുക, സമാധാനപ്പെടുത്താം. കാരണം ഒരാളുടെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുമ്പോഴാണ് നമുക്ക് അയാൾക്ക് നമ്മളെ കൊണ്ട് ആവശ്യം, അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ബിസിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറി നിൽക്കാതെ, നമുക്ക് കുറച്ച് എന്താ പറയുക, നമുക്ക് കുറച്ച് പണിയുണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ, ഇവരുടെ കാര്യങ്ങൾ കേട്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്നൊരു സാറ്റിസ്ഫാക്ഷനും നമുക്കൊരു സമാധാനം. കാരണം ഞാൻ അവളെ സമാധാനപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ കാരണം അവൾ ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങും എന്നുള്ള ആ ഒരു ഇത് നമുക്കും കിട്ടും, അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഓരോരോ സമയങ്ങളുണ്ട്, അല്ലേ? ഇപ്പം ഹസ്ബൻഡിനാണെങ്കിലും വൈഫിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും നമുക്ക് ഓരോരോ സമയം കൊടുക്കാനുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ട സമയങ്ങൾ നമ്മൾ കൊടുക്കണമെങ്കിലും, നമുക്ക് തന്നെ നമ്മളുടെ സമയം കറക്റ്റായ രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ, നമ്മൾ ഓരോ കാര്യങ്ങളും നീട്ടിവെക്കപ്പെടാതെ കറക്റ്റായുള്ള സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. തലേ ദിവസം നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇരിക്കുമ്പോൾ, നമുക്ക് രാവിലെ എണീക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഈ നീട്ടിവെക്കപ്പെടാതെ തന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ലൊരു പ്ലാൻ ഉണ്ടാവും. ഇന്ന് രാവിലെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കണം, നാളത്തേക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് ഒരു എഴുതി വെച്ചിട്ട് രാത്രി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു എന്താ പറയുക, ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.